ഒരു ലോഡ് ഫുഡുകളായിട്ട് തൊടുപുഴയിലെ ഒരു സൂപ്പർ കല്യാണം. ചില്ലറ പരിപാടിയല്ലാട്ടാ, 10,000 പേര് പങ്കെടുത്ത ഒരു കിണ്ണങ്കാച്ചി കല്യാണം തന്നെയാണ്. മുമ്പോട്ട് നോക്കി വീശിയടിക്കണ പൊറോട്ടയും പല ടൈപ്പിലുള്ള വെറൈറ്റി ഐറ്റംസുകളൊക്കെ കാണാൻ നേരത്ത് പിടിവിടാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഒരു വശത്ത് ആയിരങ്ങളെ സാക്ഷി നിർത്തി ചെക്കനും പെണ്ണും ലൈവായിട്ട് രംഗിമറിയാൻ നേരത്ത് മറുവശത്ത് ലൈവായിട്ട് തന്നെ ഇടിയപ്പത്തിനെ പിടിച്ച് പീച്ചയും അപ്പത്തിനെ പിടിച്ച് നിരത്തെ നോക്കണ പരിപാടി മുറക്ക് നടക്കണ്ട. നമ്മുടെ സ്വന്തം ഇറച്ചിക്കറി തലശ്ശേരി പത്തിരി കിടന്ന് മറിയാൻ നേരത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആൻഡ് അടപ്രഥമൻ സംഭവം ഗംഭീരാർന്നുട്ടാ. അപ്പൊ നമ്മൾ വന്നേക്കുന്നില്ല ഒരു 10,000 പേര് ഒരു അടിപൊളി കല്യാണം കേട്ടോ. 5,000 പേര് കല്യാണം ഈ ചില്ലറ പരിപാടിയല്ല, കണ്ടമാന ഫുഡിന്റെ ഐറ്റംസുകൾ ഉണ്ടാവും. ഫുഡിന്റെ ഐറ്റംസ് മാത്രമല്ല, ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടോ. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. സംഭവമല്ല, ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പൊന്നാര ചങ്ങായിമാരെ, കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടാ കംപ്ലീറ്റ് ഐറ്റംസ് ലൈവാണ്. അതായത് നമ്മുടെ കോയിൻ പൊറോട്ട, അതുപോലെ തന്നെ നെയ്പത്തിലും വെള്ളയപ്പം, നമ്മുടെ ഇടിയപ്പം എല്ലാം ലൈവായിട്ട് അടിപൊളിയായിട്ട് മേക്ക് ചെയ്യുന്ന സംഭവങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ട്, നമ്മുടെ മട്ടൺ സ്റ്റൂ ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് കറി ഉണ്ട്, എല്ലാം അടിപൊളി ഐറ്റംസ് കേട്ടോ. ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ ആട്ടോ, പൊളപൊളാന്ന് പറഞ്ഞ് ചിക്കൻ കയറുന്ന പിടക്കണാണ് കാണുന്നത്. സംഗതി മസാലയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണ രംഗാട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഈ കല്യാണത്തിന്റെ മെയിൻ പോസിറ്റീവായിട്ട് കണ്ടിരുന്ന സംഭവം എന്ന് വെച്ചിട്ടില്ല, ഇവര് നമ്മുടെ ആളുകൾ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ എല്ലാ ടേബിളിലും എല്ലാം അറേഞ്ച് വെച്ചിട്ടുണ്ട്. പല തരത്തില് പല വെറൈറ്റി ടൈപ്പ് സലാഡുകളാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൂളാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, അതുപോലെ തന്നെ 5-8 ടൈപ്പ് അടിപൊളി ചായകളുണ്ട്. ഫുഡിന്റെ ഒരു മേളാണ്. അതായത് നിരന്ന് പരന്നിരിക്കുന്ന അടിപൊളി ഫുഡുകളാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ് ബൊഫെ സിസ്റ്റം ഉണ്ട്. അതായത് എണ്ണയാ തീരുല്ല, അതിന് മാത്രം ഐറ്റംസുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതുണ്ട് അപ്പം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പം ഉണ്ട്, എല്ലാം ഇവിടെ സെറ്റ് ആയിട്ട് ഇരിക്കാണ്ട് നല്ല അടിപൊളി ബൊഫെ സിസ്റ്റത്തിൽ ഇരിക്കുന്ന സംഭവമാണ്. നൈസ് പത്തിരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോയിൻ പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെയ്പത്തിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാൽ കപ്പ ഉണ്ട്. ഇതൊന്നും അല്ല സംഭവം നമ്മുടെ ബീഫ് കറി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ കുറുമേട്ടാ, നല്ല പൊളപൊളാച്ചി മട്ടൻ കുറുമയുണ്ടാ, നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ബിരിയാണിയുടെ പീസ് ഇട്ടാ, ആ പീസും അതുപോലെ തന്നെ റൈസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. സംഗതി ദം ബിരിയാണി ആണെങ്കിലും വിളമ്പാ ഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ സ്വന്തം സലാഡ്. അപ്പൊ നമ്മളെല്ലാം കൂടി കുറച്ച് എടുത്തേക്കാട്ടോ. സംഗതി നമുക്ക് ആദ്യം തന്നെ മലബാറുകാരുടെ നമ്മുടെ സ്വന്തം നെയ്പത്തിലും മട്ടൻ സ്റ്റൂ കൂടി പിടിക്കാട്ടോ. ഒരു പീസ് മട്ടൻ സ്റ്റൂ അടിപൊളി. നമുക്ക് കുറച്ച് ബിരിയാണി കഴിക്കട്ടോ. ബിരിയാണി ഇതുപോലെ എടുത്തിട്ട് ബിരിയാണി റൈസും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇതില്ലാതെ എനിക്ക് തോന്നിയാ, പക്ഷെ സംഗതി അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ പാൽക്കപ്പ, പാൽക്കപ്പയൊക്കെ ഉണ്ടല്ലോ, പാൽക്കപ്പ ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ബിരിയാണിയിലെ ബീഫിന്റെ പീസ് ഇട്ടുണ്ടെങ്കിൽ ദം ചെയ്തെടുത്ത ബീഫ് ആയതുകൊണ്ടല്ലോ സംഗതി ഉണ്ടാവും. ഇതുപോലെ നെച്ചിട്ടുണ്ടെങ്കിൽ ചറ പറയാന്ന് പറഞ്ഞ് ബീഫ് ഇതുപോലെ പോരുട്ടോ, അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ ഇടിയപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ തന്നെ നമുക്ക് കഴിക്കാം. സംഗതി എല്ലാം വെട്ടിക്കെട്ട് ഐറ്റംസ് ആണോ, നല്ല അടിപൊളി കിടില ടേസ്റ്റ് ആണ്. ഇടിയപ്പം ഒന്ന് കഴിച്ചോലും അറിയാനുള്ള, ഇറങ്ങിപ്പോയി, അത്രക്കും സോഫ്റ്റാ. അപ്പൊ നമ്മുടെ മുഹബത്ത് കാറ്ററിംഗിന് ഉണ്ടല്ലോ അടിപൊളി ഒരു പാചകത്തിന്റെ ഒരു അങ്ങേറ്റം പറയാ. അവര് 3 ചങ്കുകളാണ് നിൽക്കുന്നത്. മുഹബത്ത് കാറ്ററിംഗിന്റെ പ്രത്യേകത വെച്ചിട്ടില്ല, കംപ്ലീറ്റ് ഫുഡുകളും ഇവരെ സ്വന്തമായിട്ട് ഇവർ 3 പേര് ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഇവന്റിന്റെ പ്രത്യേകത. ബാക്കി സഹായത്തിന് കാര്യങ്ങളൊക്കെ വേണ്ടി വേറെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഗതി ഫുഡിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയിലാട്ടോ, കിഡിലെ ഫുഡാണ്. നമ്മളിവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത് സംഗതി അടിപൊളിയുണ്ടോ, ഒന്നും പറയാനില്ല, മസ്റ്റ് ട്രൈ ഫുഡാണ്. പരിപാടിയുള്ള മുഹബത്ത് കാറ്റേഴ്സ് ആണ് ഇവന്റ് നടത്തിയേക്കുന്നത്. ഫുഡിന്റെ ടേസ്റ്റിന്റെയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി ആട്ടോ. സംഗതി അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പൊ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ വിശ്വസിച്ച് ഒരു പരിപാടിയാണ് ഏൽപ്പിച്ചു കൊടുക്കാം കേട്ടോ.